സുഹൃത്തുക്കളെ, നമ്മളിന്ന് കുറച്ച് ആനുകാലിക ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ അടുത്ത കാലങ്ങളിൽ പരീക്ഷകളിൽ വന്നിട്ടുള്ളതും അതുപോലെ നമ്മൾ തൊഴിൽ വാർത്തയിലും തൊഴിൽ വീതിയിലുള്ള ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്ത സമയങ്ങളിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്കും വീഡിയോസ് എത്തിക്കുക. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 2025 ക്ഷയരോഗ നിവാരണം എന്ന ലക്ഷ്യത്തിലെത്താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പും ആരോഗ്യ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? 2025 ക്ഷയരോഗ നിവാരണം എന്ന ലക്ഷ്യത്തിലെത്താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പും ആരോഗ്യ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം എൻ്റെ ക്ഷയരോഗ മുക്ത കേരളം. എൻ്റെ ക്ഷയരോഗ മുക്ത കേരളം എന്ന പദ്ധതിയാണ് 2025 ക്ഷയരോഗ നിവാരണം എന്ന ലക്ഷ്യത്തിലെത്താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പും ആരോഗ്യ വകുപ്പും സംയുക്തമായിട്ട് ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി. രണ്ടാമത്തെ ചോദ്യം, യൂറോപ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത തത്തകളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന രോഗമായ സിറ്റാക്കോസിസിൻ്റെ രോഗകാരിയായ ക്ലാമിഡോഫില സിക്റ്റക്കി എന്ന ജീവി ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? അത് ബാക്ടീരിയയാണ്. ബാക്ടീരിയ. യൂറോപ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത തത്തകളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന രോഗമായ സിറ്റാക്കോസിസിൻ്റെ രോഗകാരിയായ ക്ലാമിഡോഫില സിക്റ്റക്കി ഏത് വിഭാഗത്തിൽ പെടുന്നതാണ് എന്ന് ചോദിച്ചാൽ ബാക്ടീരിയ വിഭാഗത്തിൽ പെടുന്ന രോഗകാരിയാണ്. അടുത്ത ചോദ്യം, 2023 അർജുന അവാർഡിന് അർഹനായ കൃഷൻ ബഹദൂർ പതക് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടൈപ്പിംഗ് മിസ്റ്റേക്ക് പറ്റിയാണ്. അപ്പോൾ 2023 അർജുന അവാർഡിന് അർഹനായ കൃഷൻ ബഹദൂർ പതക് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഹോക്കിയാണ്. അദ്ദേഹം ഹോക്കി താരമാണ് കൃഷൻ ബഹദൂർ പതക്. അദ്ദേഹത്തിനാണ് 2023 അർജുന അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം, 19ാം ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരുന്നു? 19ാം ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 4ാം സ്ഥാനമായിരുന്നു ഇന്ത്യക്ക് കിട്ടിയത്. 4ാം സ്ഥാനമായിരുന്നു 19ാം ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം. അടുത്ത ചോദ്യം, മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനം എന്ന വിഭാഗത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ പുരസ്കാരങ്ങളിൽ, അതായത് 2021 കൊടുത്ത പുരസ്കാരങ്ങളിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തർപ്രദേശാണ്. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനം എന്ന വിഭാഗത്തിലെ പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ പുരസ്കാരങ്ങളിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇത് 2021 കൊടുത്തതാണ്. അടുത്തത്, ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സ്വച്ഛ് മുഖ് അഭിയാൻ എന്ന പ്രചരണ പരിപാടിയുടെ ഭാഗമായി മഹാരാഷ്ട്രയുടെ ചിരി അംബാസിഡറായ താരം ആരാണ്? ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സ്വച്ഛ് മുഖ് അഭിയാൻ എന്ന പ്രചാരണ പരിപാടിയുടെ ഭാഗമായി മഹാരാഷ്ട്രയുടെ ചിരി അംബാസിഡറായ താരം ആരാണ്? ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ. അടുത്ത ചോദ്യം, PSLV C-53 ദൗത്യത്തിൽ ISRO ഏത് രാജ്യത്തിൻ്റെ 3 ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചത്? PSLV C-53 ദൗത്യത്തിൽ ISRO ഏത് രാജ്യത്തിൻ്റെ 3 ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചത്? ഉത്തരം സിംഗപ്പൂരാണ്. സിംഗപ്പൂരിൻ്റെ 3 ഉപഗ്രഹങ്ങളാണ് ISRO PSLV C-53 ദൗത്യത്തിൽ വിക്ഷേപിച്ചത്. അടുത്ത ചോദ്യം, ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് 2020 ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്? ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് 2020 ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയതെന്ന് ചോദിച്ചാൽ വിജയരാജ്യ സിന്ധ്യൻ്റെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് 2020 ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്. 100 രൂപ നാണയം പുറത്തിറക്കിയത്. അടുത്തത്, ഭൂഗർഭ ജലനിരപ്പ് വർദ്ധിപ്പിക്കാനും സംരക്ഷിക്കാനുമായി ഗ്രൗണ്ട് വാട്ടർ ആക്ട് 2020 പാസ്സാക്കിയ സംസ്ഥാനം ഏതാണ്? ഭൂഗർഭ ജലനിരപ്പ് വർദ്ധിപ്പിക്കാനും സംരക്ഷിക്കാനുമായിട്ട് ഗ്രൗണ്ട് വാട്ടർ ആക്ട് 2020 പാസ്സാക്കിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് ഭൂഗർഭ ജലനിരപ്പ് വർദ്ധിപ്പിക്കാനും സംരക്ഷിക്കാനുമായിട്ട് ഗ്രൗണ്ട് വാട്ടർ ആക്ട് 2020 പാസ്സാക്കിയത്. അടുത്ത ചോദ്യം, കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേരെന്താണ്? കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേര് സമന്വയ എന്നാണ്. സമന്വയ. കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരം നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് സമന്വയ. അടുത്ത ചോദ്യം,
രോഗങ്ങൾ മാറാനായിട്ട് ഗദ്ദിക എന്ന കലാരൂപം അവതരിപ്പിക്കുന്ന മാസം ഏതാണ്? രോഗങ്ങൾ മാറാനായി ഗദ്ദിക എന്ന കലാരൂപം അവതരിപ്പിക്കുന്ന മാസം ഏതാണ്? മിഥുനമാണ്. ഇത് കറണ്ട് അഫെയർ അല്ല, നമുക്ക് ഒരു ക്യൂരിയോസിറ്റി തോന്നിയോണ്ട് എടുത്തിട്ട ചോദ്യമാണ്. നമുക്ക് കറണ്ട് അഫെയറിൽ വരുന്നതല്ല, എന്നാലും നമുക്ക് കണ്ടപ്പം ഒരു കൗതുകം തോന്നിയപ്പം എടുത്തതാണ്. അടുത്തത്, ഏഷ്യയിലെ ഏറ്റവും വലിയ ജൈവ CNG പാർക്ക് നിലവിൽ വന്ന രാജ്യം ഏതാണ്? ഏഷ്യയിലെ ഏറ്റവും വലിയ ജൈവ CNG പാർക്ക് നിലവിൽ വന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ജൈവ CNG പാർക്ക് നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, 2022 ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച ഗുസ്തി താരമാരാണ്? 2022 ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച ഗുസ്തി താരമാരാണ്? ഉത്തരം രാജ് സിംഗ് ആണ്. രാജ് സിംഗിനാണ് 2022 ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹം ഗുസ്തി താരമാണ്. അടുത്ത ചോദ്യം, 2022 ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപമുള്ള ജില്ലയായ ജമുയി ഏത് സംസ്ഥാനത്താണ്? ജമുയി എന്ന് പറയുന്ന ജില്ല ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ബീഹാറിലാണ്. 2022 ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപമുള്ള ജില്ലയായ ജമുയി ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ബീഹാറിലാണ്. അടുത്ത ചോദ്യം, 2023 മക്സസെ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യയിലെ അർബുദ ചികിത്സാ വിദഗ്ധനാണ് രവി കണ്ണൻ. മക്സസെ അവിടെ ജസ്റ്റ് ടൈപ്പിംഗ് മിസ്റ്റേക്ക് പറ്റിയാണ്. 2023 മക്സസെ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യയിലെ അർബുദ ചികിത്സാ വിദഗ്ധനാണ് രവി കണ്ണൻ. അടുത്ത ചോദ്യം, 1971 ബംഗ്ലാദേശ് ലിബറേഷൻ യുദ്ധത്തിന്റെ 50ാം വാർഷികത്തിന്റെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേന ബംഗ്ലാദേശ് വ്യോമസേനയ്ക്ക് കൈമാറിയ എയർക്രാഫ്റ്റ് ഏതാണ്? എയർക്രാഫ്റ്റ് എന്നാണ്, ജസ്റ്റ് മലയാളം ടൈപ്പിംഗ് കുറേ മിസ്റ്റേക്ക് വരുന്നുണ്ട്. എയർക്രാഫ്റ്റ് ആണ് അലോട്ട് 3 ഹെലികോപ്റ്റർ. അടുത്തത്, ബംഗാൾ ഉൾക്കടലിലെ ശക്തമായ ചുഴലിക്കാറ്റുകൾക്ക് സൈക്ലോൺ എന്ന പേര് നൽകിയതാര്? ബംഗാൾ ഉൾക്കടലിലെ അതിശക്തമായ ചുഴലിക്കാറ്റുകൾക്ക് സൈക്ലോൺ എന്ന പേര് നൽകിയത് ഹെൻറി പിഡിങ്ടൺ ആണ്. ഹെൻറി പിഡിങ്ടൺ. അടുത്ത ചോദ്യം, കവി വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പ്രഥമ വൈഷ്ണവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രഥമ വൈഷ്ണവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം ലീലാവതിക്കാണ് കവി വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പ്രഥമ വൈഷ്ണവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അടുത്തത്, പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിയന്ത്രിക്കുന്ന നിയമം ഏതാണ്? പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിയന്ത്രിക്കുന്ന നിയമമാണ് COTPA ആക്ട്, അതായത് സിഗരറ്റ് ആൻഡ് അതർ ടുബാക്കോ പ്രൊഡക്റ്റ് ആക്ട് എന്നാണ്. COTPA ആക്ട്, കോട്ട്പ എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. COTPA അതായത് സിഗരറ്റ് ആൻഡ് അതർ ടുബാക്കോ പ്രൊഡക്റ്റ് ആക്ട് എന്നുള്ള രീതിയിൽ ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ 20 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ റെഫർ ചെയ്ത സമയങ്ങളിൽ കിട്ടിയ ചോദ്യങ്ങളാണ്. അപ്പം നമ്മൾ ഏറെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ അത് ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.